ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന അഴിമതി കണ്ടെത്താനായി വേഷം മാറി അവിടേക്ക് എത്തിയ ശാലിനി സുധാകരൻ എന്ന ആ പേഷ്യന്റിന്റെ റിലേറ്റീവായി അഭിനയം തുടർന്നു. അവിടുത്തെ അറ്റൻഡറായ സുദേവനോട് എവിടെ നിന്നാണ് ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടതെന്നും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട കിറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ അന്വേഷിച്ചു. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സുദേവൻ കൃത്യമായി തന്നെ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് സീത എന്ന വേഷത്തിൽ വന്ന ശാലിനിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ശാലിനി സുദേവന്റെ കൂടെ ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പോലെ സുദേവന്റെ ഒപ്പം അവിടേക്ക് പോകുന്നു. ഇതിനിടയിൽ സുദേവൻ പറഞ്ഞു, അതെ, ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കഴിയുമ്പോഴേക്ക് എനിക്ക് എന്നെ ഒന്ന് കാര്യമായ രീതിയിൽ ഗവനിക്കണം കേട്ടോ. ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് ചില്ലറ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശരിയെന്ന് പറഞ്ഞ് ശാലിനിയെ തലകുലുക്കിയതും ശസ്ത്രക്രിയ കഴിയുമ്പോൾ ഞങ്ങളത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാമെന്ന് ശാലിനി ഉറപ്പ് നൽകി. അപ്പോഴേക്കും സുദേവൻ എന്ന അറ്റൻഡർ വേഗം തന്നെ ശാലിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. പുറത്തേക്ക് വന്നതും സൂപ്രണ്ടിനോട് സുദേവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഡോക്ടർ പറഞ്ഞു വിട്ടതാണെന്നും ഡോക്ടറുടെ പേഷ്യന്റിനെ സുധാകരന്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഇവിടെ വന്നതെന്നും ഇവരുടെ ആവശ്യത്തിന് പണമില്ല എന്നാണ് പറയുന്നതെന്നൊക്കെ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി വളരെ ദയനീയമായി തന്നെ സൂപ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. എന്റെ ചേച്ചി വീടുകളിൽ ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ ചേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്തുന്നതെന്നും എന്റെ ജോലിയാണെങ്കിൽ തൊണ്ട അലക്കലാണ്. പക്ഷെ ഇപ്പോ ഇവിടെ ചേട്ടനെ നോക്കാൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് അതിനും എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തൊണ്ടിടിക്കാനും എനിക്ക് സാധിക്കുന്നില്ല. അതാ ഇപ്പോ പണത്തിന് ഇത്രയേറെ പ്രശ്നം വന്നതെന്നും ചേട്ടന്റെ ഈ ഓപ്പറേഷൻ എത്രയും വേഗം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും സൂപ്രണ്ട് പറഞ്ഞു, എന്തായാലും ഓപ്പറേഷന് വേണ്ട കിറ്റ് അതിനു വേണ്ടിയുള്ള കിറ്റ് വാങ്ങിക്കാനായിട്ട് ഒരു 2000 രൂപ ഇളവ് ചെയ്യാൻ ഞാൻ അവരോട് പറയാം. അങ്ങനെ ഒരു സഹായം എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയൂ. എന്തായാലും ബാക്കി തുക നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നറിയിച്ചു. ബാക്കി ഞങ്ങൾ കൊടുത്തോളാമെന്ന് ശാലിനി അയാൾക്ക് സൂപ്രണ്ടിന് ഉറപ്പ് നൽകി. എന്നാൽ ശരി, സുദേവൻ കൃത്യമായിട്ട് അയാളെ പരിചയപ്പെടുത്തി തരും. എഡ്വേർഡിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയെ സുദേവന്റെ കൂടെ പറഞ്ഞയച്ചു. സുദേവന്റെ വേഗം തന്നെ എഡ്വേർഡിന്റെ അരികിലേക്ക് ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോന്നു. വലിയ ഉപകാരം സൂപ്രണ്ട് സാറേ എന്ന് പറഞ്ഞ് ശാലിനി നന്ദിയൊക്കെ പറയുമ്പോഴേക്കും സുദേവനോട് കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും സുദേവൻ വേണ്ട പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്നും പറഞ്ഞ് ശാലിനിയെ സുദേവന്റെ കൂടെ പറഞ്ഞു വിട്ടു. സീത എന്ന കള്ളപ്പേരിൽ ശാലിനി ഹോസ്പിറ്റലിൽ ഉള്ള എല്ലാ അഴിമതികളും കണ്ടെത്താനായിട്ട് മനഃപൂർവ്വം അവിടെ കയറിക്കൂടിയതാണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല. ഉടനെ അറ്റൻഡർ വന്ന് ശാലിനിയോട് ചോദിച്ചു, അതെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, അപ്പോ എനിക്ക് ഇതുവരെയായിട്ടും ഒന്നും തടഞ്ഞില്ല. അല്ല, അത്യാവശ്യമായിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, പക്ഷെ ഇത് ഒരു സ്ഥിര ഏർപ്പാടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അതങ്ങ് ശീലമായിപ്പോയി, അതാ എന്ന് സുദേവൻ പറഞ്ഞപ്പോ ഉടനെ സുദേവനോട് ശാലിനി പറഞ്ഞു, ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും വേണ്ടതുപോലെ തന്നെ സാറിനെ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. എന്നാ ശരി, ബാക്കി കിറ്റൊക്കെ ഞാൻ അങ്ങ് എത്തിച്ചോളാം, പണം വേഗം തന്നെ കണ്ടെത്തിയാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി സുദേവനെ പറഞ്ഞയച്ചു. ഈ സമയത്താണ് ഡെയ്സിയുടെ ഫോണിലേക്ക് സുസ്മിത വിളിച്ചത്. എന്തായി നിന്റെ ശിവനോടുള്ള പ്രതികാരം, അത് തീർന്നോ, എങ്ങനെയായി എന്ന് ചോദിച്ചപ്പോ ഡെയ്സി പറഞ്ഞു, ഒരു നല്ലൊരു അവസരം കിട്ടിയതാണ്. അവനെ കണ്ണുനീരൊലിപ്പിച്ച് അവൻ ഇതുവഴി ഈ സമയം നടക്കുന്ന കാഴ്ച കാണായിരുന്നു. അവന്റെ അച്ഛൻ ഈ സമയത്ത് പടമായി തീരുന്ന അവസ്ഥയില് കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ സുസ്മിത കാര്യം എന്താണെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഡെയ്സി കഴിഞ്ഞ ദിവസം ഡേവിസിനോടൊപ്പം ഔട്ടിങ്ങിന് പോയപ്പോ അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന മാണിക്കോത്ത് മഹേന്ദ്രനെ തങ്ങൾ കണ്ടുവെന്നും അതിനുശേഷം അച്ഛന്റെ വാക്ക് കേൾക്കാൻ പോയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പന്റെ വാക്ക് കേൾക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ അയാളെ തീർക്കാനായിട്ട് ശ്രമിച്ചില്ല. അയാൾ തീരട്ടെ എന്ന് വിചാരിച്ചു തന്നെ അയാളെ വണ്ടിയിൽ നിന്നെടുത്ത് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു കുഴിയിലേക്ക് എടുത്തിട്ടതാണ്. പക്ഷെ അയാളുടെ ആയുസ്സിന്റെ നീളം അത് അയാളെ മറ്റാരൊക്കെയോ കണ്ടെത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് ഡെയ്സി സുസ്മിതയോട് പറഞ്ഞു. അത് കേട്ടതും സുസ്മിത പറഞ്ഞു, അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛനും മോനും തമ്മിൽ, അവര് ബദ്ധശത്രുക്കളെ പോലെ തന്നെയല്ലേ എന്ന് അന്വേഷിച്ചപ്പോ അതെ എന്ന് ഡെയ്സി മറുപടി നൽകി. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് അവനെതിരെ ഒരു ആയുധമാക്കി മാറ്റാം. ഇതിനു വേണ്ട ഒരു കൃത്യമായ നീക്കം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഡെയ്സിയോട് സുസ്മിത കാര്യങ്ങൾ പറയുമ്പോ അതിനയാൾ വിശ്വസിക്കുവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനു വേണ്ട സാക്ഷികളെയും മറ്റും പിന്നെ ആ സോമശേഖരൻ എന്ന പോലീസുകാരനോട് കാര്യമായിട്ട് പറഞ്ഞാൽ മതി. ശിവനോട് അയാൾക്ക് പ്രത്യേകിച്ച് വൈരാഗ്യം ഉള്ളത് കൊണ്ട് അയാൾ ഇത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളും എന്ന് ഡെയ്സിയോട് ഓർമ്മിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശരി ചേച്ചി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് ഡെയ്സി ഉറപ്പ് നൽകി. അപ്പോഴാണ് പ്ലാമൂട്ടിലെ
ഡേവിസിന്റെയും ഡെയ്സിയുടെയും വിവാഹത്തിന് വേണ്ടിയുള്ള ക്ഷണക്കത്ത് അച്ചടിച്ച് കിട്ടിയതിന്റെ സന്തോഷത്തിൽ അത് എല്ലാവരും ആ ക്ഷണക്കത്തൊന്ന് വായിച്ചു നോക്കി അതിന്റെ ഭംഗി ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടേക്ക് ഡെയ്സി എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇന്ന് മാണിക്കോത്ത് മഹേന്ദ്രന്റെ മരണവാർത്ത നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചതല്ലേ, എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്ന് മറ്റൊരു വാർത്ത കേൾക്കാൻ കഴിയും. ഇന്ന് ശിവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അത് കേട്ടതും അതെന്താ, മാണിക്കോത്ത് മഹേന്ദ്രനെ കൊല്ലാനായി ശ്രമിച്ചത് മകൻ ശിവൻ തന്നെ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചപ്പോ, അതെ, മകന്റെ വൈരാഗ്യം മകൻ ആ രീതിയിൽ തീർത്തു. അച്ഛനെ കൊല്ലാനായി അവിടെയുള്ള ചതുപ്പ് നിലത്തേക്ക് മകൻ തന്നെ വലിച്ചെറിഞ്ഞു. അതിന് കൃത്യമായി ദൃക്സാക്ഷിയുമുണ്ട്. എന്താ അതുപോലെ എന്ന് ചോദിച്ചപ്പോഴേക്കും ആന്റണി പറഞ്ഞു, കൊള്ളാം മോളെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇത് അച്ഛനും മോനും തമ്മിൽ പരസ്പരം വെട്ടിത്തീർന്നോളും, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഡേവിസ് ചോദിച്ചു, അല്ല, ഇത് നിന്റെ ബുദ്ധിയോതോ മറ്റെവിടുന്നേലും കടം കിട്ടിയതോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഏത് ബുദ്ധിയാണെങ്കിൽ എന്താ, ഇതില് ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി, ശിവൻ, അവന്റെ നാശം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് നിന്ന യോഹന്നാൻ പറഞ്ഞു, എടി മോളെ, നീ ഇപ്പോഴാ ഈ അച്ഛന്റെ മോളായത്, ഇപ്പോഴാണ് നീ അപ്പന്റെ മകളായത് എന്ന് പറഞ്ഞ് മകളെ അഭിനന്ദിച്ചു. അപ്പോഴാണ് സോമശേഖരൻ മഹേന്ദ്രനെ കാണുവാനായി ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. സാറേ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇതെന്താ ഇത് ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും നെഞ്ചുവേദന തോന്നി ഹോസ്പിറ്റലിലേക്ക് പോരാനായി വണ്ടി എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോ ആ ബൈപ്പാസ് റോഡ് എത്തിയപ്പോഴേക്കും വണ്ടി നിയന്ത്രണം വിട്ടു. അവിടെ ഏതോ ഒരു മരത്തിൽ ചെന്ന് ഇടിച്ച് നിർത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്റെ ബോധം പോയി എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട്, മക്കളുടെ യോഗം കൊണ്ടാണ് എനിക്ക് ആയുസ് നീട്ടി കിട്ടിയതെന്ന് പറഞ്ഞപ്പോ സോമശേഖരൻ പറഞ്ഞു, മക്കളുടെ ഭാഗ്യം എന്ന് പറയണ്ട സാറേ, മക്കളുടെ കഷ്ടകാലമെന്ന്, അല്ലെങ്കിൽ മക്കളുടെ കഷ്ടകാലമെന്ന് പറഞ്ഞാൽ മതി, അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് മഹേന്ദ്രൻ ഉടനെ തന്നെ സോമശേഖരനെ സംശയത്തോടെ നോക്കി. ഇതെല്ലാം കേട്ട് നിന്ന നിർമ്മലയ്ക്കും ചന്ദ്രയ്ക്കും ആകെ സംശയമായി. ഉടനെ തന്നെ മഹേന്ദ്രനോട് എന്താ കാര്യമെന്ന് മഹേന്ദ്രൻ ഉടനെ സോമശേഖരനോട് അന്വേഷിച്ചപ്പോ സോമശേഖരൻ പറഞ്ഞു, സാറേ, ഇന്നലെ രാത്രിയിൽ സാറിനെ കൊല്ലാൻ ശ്രമിച്ചതാ. അത് വേറെ ആരുമല്ല, സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ തന്നെയാണ് സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്. വണ്ടി ഇടിച്ചു നിന്നു എന്ന് സത്യം തന്നെയാ. അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സാറിനെ എടുത്ത് കാറിൽ നിന്ന് ആ കുഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് കരുതി. അതിന് ശിവനാണ് അത് ചെയ്തതെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സോമശേഖരൻ കാര്യങ്ങൾ വളച്ചൊടിച്ച് മഹേന്ദ്രനെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാം കേട്ടതും മഹേന്ദ്രൻ ഒരിക്കലും അത് വിശ്വസിക്കാതെ ചാടി എഴുന്നേറ്റു. ഹേയ്, ഒരിക്കലും ഇല്ല, എന്റെ ശിവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ ഞെട്ടലോടെ എഴുന്നേറ്റപ്പോ ചന്ദ്രയും അത് വിശ്വസിക്കാതിരുന്നു. ഉടനെ വല്ലാത്ത ആശങ്കയിൽ നിർമ്മല ഇതിനെല്ലാം കേട്ട് അങ്ങനെ ആശങ്കയോടെ നിൽക്കുമ്പോ ശിവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും ഇത് സാറിനെ അത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് നിർമ്മല പറഞ്ഞപ്പോഴേക്കും അത് കേട്ട സോമശേഖരൻ പറഞ്ഞു, അതല്ല, ദൃക്സാക്ഷിയുണ്ട്, എടോ അയാളെ ഇങ്ങനെ വിളിച്ചടോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ദൃക്സാക്ഷിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാളെ പറഞ്ഞു, സാറേ, എനിക്ക് അവിടെ അടുത്ത വർക്ക്ഷോപ്പ് ഉള്ളതാ, എന്റെ പേര് സജീവൻ, ഞാനവിടെ വർക്ക്ഷോപ്പ് പണിക്കാരനാ. അവിടെ പലവട്ടം ശിവൻ വണ്ടി നന്നാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശിവനെ അറിയാം. ഇന്നലെ കുറച്ച് പണിയേറെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അല്പം വൈകിയാണ് വർക്ക്ഷോപ്പ് അടച്ചിറങ്ങിയത്. അപ്പോഴാണ് സാറിന്റെ വണ്ടി അവിടെ ഇടിച്ചു കിടക്കുന്നത് കണ്ട് എന്തേലും പ്രശ്നമാണോ എന്ന് അറിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴേക്കും അവിടുന്ന് സാറിനെ എടുത്ത് ആ കുഴിയിലേക്ക് എറിയുന്ന ശിവൻ എറിയുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ സാർ. സാറിനെ തന്നെയാ സാറ് മരിക്കണം എന്ന് തന്നെയായിരുന്നു ശിവന്റെ ഉദ്ദേശം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. പിന്നെ പുലിവാലാകണ്ടല്ലോ എന്ന് കരുതിയാണ് സാർ ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നത്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് പുലിവാലായിട്ടുണ്ട്, അതുകൊണ്ടാ സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ചന്ദ്രയും നിർമ്മലയും ഒക്കെ. അപ്പോഴേക്കും ശാലിനിയുടെ അടുത്തേക്ക് ശാലിനിയുടെ അടുത്തേക്ക് സുദേവൻ എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇപ്പൊ തന്നെ ആ കിറ്റുമായിട്ട് ആളിങ് എത്തും കേട്ടോ. ഇവിടെ സൂപ്രണ്ട് സാറിന്റെ ഒരു ഫ്രണ്ടാണ് ഈ എഡ്വേർഡ് എന്ന് പറഞ്ഞ ആള്. അദ്ദേഹത്തിന് പണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ, ഈ ലിസ്റ്റ് എന്റെ കയ്യിലായി പോയല്ലോ, മേടിക്കാനുള്ള സാധനത്തിന്റെ എന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുദേവൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ലിസ്റ്റ് ഒന്നും ഇപ്പൊ കൊടുക്കേണ്ട കാര്യമില്ല, അവര് കറക്റ്റ് ആയിട്ടേ കൊണ്ടുവരുള്ളൂ. അതൊക്കെ കയ്യിൽ ഇരിക്കുന്നത് നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്താനാ. ആ ലിസ്റ്റിങ് എന്നേക്ക് എന്തായാലും ഞാൻ അങ്ങ് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതും പെട്ടെന്ന് എഡ്വേർഡ് കിറ്റുമായിട്ട് അവിടേക്ക് എത്തി. ഇതാണ് ശസ്ത്രക്രിയക്കുള്ള കിറ്റ് എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുത്തു. സൂപ്രണ്ട് സാറ് പറഞ്ഞത് കൊണ്ട് 2000 രൂപ ഇളവ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ബില്ലും കൂടെ കയ്യിലേക്ക് കൊടുത്തു. ബില്ല് വാങ്ങിച്ച ശേഷം ശാലിനി പറഞ്ഞു, ശരി, ഞാൻ പണം തരാവേ എന്ന് പറഞ്ഞ് പേഴ്സിൽ നിന്ന് പണം എണ്ണി എടുക്കുമ്പോഴേക്കും
സുദേവൻ ആ കിറ്റ് മേടിച്ചിട്ട് പറഞ്ഞു, അതെ ഇത് ഞാൻ പിടിച്ചോളാം, പണം കൊടുത്താൽ മതിയെന്ന്. കൃത്യമായി പണം എണ്ണി എഡ്വിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ സുദേവൻ ചോദിച്ചു, കറക്റ്റ് ആയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞതും കിറ്റ് ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ശാലിനി കിറ്റ് മേടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുദേവൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാന്നേ, ഇതൊന്നും പ്രശ്നമാക്കണ്ട, ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നടന്നോളും. ഇവിടെ നിങ്ങൾ ഇത് മേടിച്ചു തരുന്ന ഒരു റോള് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇവിടുന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യന്റിനെ സുഖമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, അത്ര മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇനി ഡ്യൂട്ടി ഉള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞ് സുദേവൻ ആ കിറ്റും വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും ശാലിനി മനസ്സിൽ ഉറപ്പിച്ചു, അപ്പോ ഇതാണ് ഇവിടുത്തെ ചെയിൻ, ഇതിന് എങ്ങനെയും തടയിടും ഞാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ശാലിനി സുദേവൻ പോകുന്നത് നോക്കിയിരുന്നു. അപ്പോഴേക്കും മഹേന്ദ്രനും നിർമ്മലയും ഒക്കെ ശിവൻ കുറ്റവാളിയാണെന്നറിഞ്ഞ് ശിവനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന ആ ഒരു കാര്യം വിശ്വസിക്കാനാകാതെ ആകെ ടെൻഷനോടെ അങ്ങനെ മുറിയിൽ കിടക്കുമ്പോ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ശിവൻ വന്നിറങ്ങിയത്. ശിവൻ വേഗം തന്നെ അച്ഛനെ കാണുവാനായി അച്ഛൻ കിടക്കുന്ന റൂമിലേക്ക് ഓടിയെത്തി. അവിടെ മഹേന്ദ്രൻ കിടക്കുന്നുണ്ട്. അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് വന്ന് ചോദിച്ച് അരികിലേക്ക് വന്ന് അന്വേഷിക്കുമ്പോഴേക്കും മഹേന്ദ്രൻ ചോദിച്ചു, എന്താടാ, ഞാൻ ചത്തോന്നറിയാൻ വന്നതാണോ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ എത്തിയതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛനത് ഇങ്ങനെ പറയുന്നത് എന്ന് ശിവൻ ചോദിച്ചു. പിന്നെ എങ്ങനെയാടാ പറയേണ്ടത്? നീ ഇന്നലെ എടുത്തെറിഞ്ഞപ്പോഴത്തേക്ക് കൃത്യമായി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിനക്ക് പോയിക്കൂടായിരുന്നോ? ആരെങ്കിലും കണ്ടാൽ എന്നോ പേടിച്ചിട്ടാണോടാ? ഒരു ജോലി എടുക്കുമ്പോ അത് കൃത്യമായി പൂർത്തിയാക്കി എടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു ഭംഗി എന്ന് മഹേന്ദ്രൻ ചോദിച്ചു. ഇന്ന് ഞാനിവിടെ ഇല്ലാതായി കിടക്കുന്ന കാഴ്ച കാണാനല്ലേ നീ ആഗ്രഹിച്ചത് എന്നൊക്കെ ചോദിച്ചതും ഉടനെ ശിവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഇന്നലെ മധുരയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്തൊക്കെയാ അച്ഛനീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശിവൻ മഹേന്ദ്രനോട് ചോദിച്ചപ്പോഴേക്കും എന്തായാലും നീ ഇന്നലെ എന്നെ എടുത്തെറിഞ്ഞപ്പോ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ എനിക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നെല്ലാം ശിവനോട് മഹേന്ദ്രൻ അറിയിച്ചു. മഹേന്ദ്രൻ പറയുന്നൊന്നും വിശ്വസിക്കാനാകാതെ എന്താ അച്ഛനീ പറയുന്നതെന്ന ഞെട്ടിൽ ശിവൻ വേഗം നിർമ്മലയോട് ചോദിച്ചു, അമ്മ അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന്. ഉടനെ നിർമ്മല ദേഷ്യത്തോടെ ശിവന്റെ അടുത്തേക്ക് വന്നു, നീ എന്നെ അങ്ങനെ വിളിച്ചു പോകരുത്, എന്തൊരു ദുഷ്ടനാണ് നീ, സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച നിന്നെ എനിക്ക് മകനായിട്ട് ഇനി വേണ്ട, ഇത്രയും ദുഷ്ട ചിന്താഗതിയുള്ള നീ എങ്ങനെയാടാ എന്റെ മനസ്സിൽ വന്ന് പിറന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഭർത്താവ് കഴിഞ്ഞിട്ടേ എനിക്ക് എന്റെ മക്കളുള്ളൂ, അതുകൊണ്ട് എന്റെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ നിന്നെ ഇനി എനിക്ക് വേണ്ട, ഇനി എന്നെ അമ്മയെന്ന് പോലും നീ വിളിച്ചു പോകരുത്, എന്റെ കൺമുന്നിൽ പോലും നീ വന്നു പോകരുത് എന്ന് പറഞ്ഞ് നിർമ്മല ശിവന് നേരെ തട്ടിക്കയറുന്നു. അത് കേട്ടതും ശിവനാകെ ഞെട്ടലോടെ നിൽക്കുമ്പോ ചന്ദ്ര പറഞ്ഞു, അമ്മേ ഏട്ടന് എന്താ പറയാനുള്ളതെന്ന് കേൾക്ക് എന്ന് പറഞ്ഞതും വേണ്ട, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട, കേൾക്കാൻ അറിയാനുള്ളതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, ആ സജീവൻ വരെ വന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ ഇനി ഇതിൽ കൂടുതലൊന്നും അറിയാനില്ല, മേല നീ എന്റെ മുന്നിലേക്ക് വന്നു പോകരുത്, ഇതുപോലൊരു നശിച്ച ജന്മമാണല്ലോ ഞാൻ ജനിപ്പിച്ചു പോയത് എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്ന് ശിവനെ തള്ളി പുറത്താക്കി. പുറത്തിറങ്ങിയ ശിവനാകെ വിഷമത്തോടെ നിൽക്കുമ്പോ ചന്ദ്ര അരികിലേക്ക് എത്തി ശിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏട്ടാ, ആ സോമശേഖരനില്ലേ ആ പോലീസ്, അയാൾ വന്ന ഏട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയാക്കിയത്, ഏട്ടന് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചെന്നാ അയാൾ വന്ന് പറഞ്ഞത്. തെളിവിനായിട്ട് ഒരു കള്ളസാക്ഷിയും കൊണ്ടുവന്നു. ആ വർക്ക്ഷോപ്പിലെ സജീവൻ, അയാളാണ് വന്ന് മൊഴി നൽകിയത്, ഏട്ടൻ അച്ഛനെ എടുത്ത് അവിടെ കിടത്തുന്ന കണ്ടു എന്ന്. ഇതെല്ലാം കേട്ടതും ഉടനെ ആകെ ഞെട്ടലോടെ ശിവൻ പറഞ്ഞു, മോളെ ഇതൊന്നും എനിക്കറിയില്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? ആ സോമശേഖരൻ അല്ലെങ്കിലും നേരത്തെ മുതല് എന്നോട് വല്ലാത്ത ചുരുക്കുള്ളതാ, അയാളോടുള്ള കണക്ക് ഇതും കൂടെ കൂടി കൂടി വരികയാ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട് നിന്ന ചന്ദ്ര പറഞ്ഞു, ഏട്ടാ ഏട്ടന്റെ സത്യാവസ്ഥ എന്താന്ന് അച്ഛനെ അമ്മയും ബോധ്യപ്പെടുത്തണം, ഏട്ടനത് തെളിയിക്കണം എന്ന് പറഞ്ഞതും ശിവൻ പറഞ്ഞു, ഇല്ല മോളെ, എന്ത് പറയാനാ, ആരോടും ഒന്നും പറയണ്ട, കാരണം സ്വന്തം മക്കളെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ അച്ഛനമ്മമാർക്ക് വേണം. എന്റെ മക്കൾ ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതവർ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ധാരണ അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. അതില്ല എങ്കിൽ പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ? ഇപ്പൊ തന്നെ എന്നെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ മക്കളെ വിശ്വസിക്കാൻ ഇവിടെ നമ്മുടെ അച്ഛനമ്മമാർക്ക് കഴിയുന്നില്ല. നമ്മളെ രണ്ടുപേരെയും അച്ഛനും അമ്മയ്ക്കും ഇതുവരെയായിട്ടും വിശ്വസിക്കാനോ നമ്മൾ എന്ത് ചെയ്യുമെന്നോ എന്ത് ചെയ്യില്ലെന്നോ ഒന്ന് തിരിച്ചറിയാനോ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്ന കാലത്ത് അവർ വിശ്വസിച്ചാൽ മതി. അല്ലാതെ എന്നെ നിരപരാധിത്വം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല മോളെ. പിന്നെ ആ സോമശേഖരനുള്ളത് അത് ഞാൻ കൊടുത്തോളാം. സോമശേഖരനും സജീവനും ഉള്ള കണക്ക് അത് ഞാൻ തീർത്തിരിക്കും. അയാള് എന്നെ കുത്തിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ കുടുംബത്ത് കയറി കത്തി ഇറക്കാൻ നോക്കിയാൽ അത് ഞാൻ വെറുതെ വിടുകയുമില്ല. അയാൾക്കുള്ള കണക്ക് അത് കൃത്യമായി തന്നെ ഞാൻ കൊടുത്തിരിക്കും എന്ന്
ശിവൻ പറഞ്ഞു. അപ്പോഴാണ് ശാലിനി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തതയായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങി എന്താണ് അവരുടെ റിസൾട്ട് എന്നറിയാൻ ശാലിനി പുറത്ത് കാത്തു നിന്നത്. കാഹളം കുമാരനും ശാലിനിക്കൊപ്പം അവിടെ കാത്തു നിന്നു. അപ്പോഴേക്കും ദീപുവിന്റെ അമ്മയും കൂടിയും സുധാകരന്റെ ഇപ്പോഴത്തെ നില എന്താണെന്ന് അറിയാനും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനും പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ സുധാകരൻ ഇപ്പോ ഓക്കെയാണ് കേട്ടോ, ഇനി സുധാകരന് എഴുന്നേറ്റ് നടക്കാം, പഴയതുപോലെ നടുവിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്ത് നിന്ന് കാഹളം കുമാരൻ പറഞ്ഞു, സാറിനെ പോലെയുള്ളവർ ശരിക്കും ഞങ്ങൾക്കൊക്കെ ദൈവതുല്യരാണ് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ ഇതെന്റെ ഡ്യൂട്ടി മാത്രമാണ്, ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി അതും ഇതുപോലെയുള്ള ആതുര സേവനം ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിന്റെ ഏറ്റവും സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, അല്ല ഡോക്ടർ സാറിന് ഇതിന് സന്തോഷത്തിനായിട്ട് സാറിന് എന്തെങ്കിലും എന്ന് ചോദിച്ചതും, ഏയ് ഒന്നും വേണ്ട, നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രാർത്ഥനയും നിങ്ങളെപ്പോലെയുള്ളവരുടെ സന്തോഷം മാത്രമാണ് എനിക്ക് ഏറ്റവും വലുത്, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ട ആളല്ല ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരു സർക്കാർ ഹോസ്പിറ്റല് ചോദിച്ചു വാങ്ങിയതാണ്. പിന്നെ പേരെന്താന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചതും സീത എന്ന് ശാലിനി പരിചയപ്പെടുത്തി. ശരി, ഇവിടെ നാട്ടിൽ തന്നെ, ഇവിടെ സിറ്റിയിൽ തന്നെയാണല്ലോ വീട് അല്ലെ എന്ന് ചോദിച്ചതും അതെ, ഈ സിറ്റി മുഴുവൻ തന്നെ എന്റെ കീഴിലാണല്ലോ എന്ന് ശാലിനി പറയുമ്പോഴേക്കും അത് കേട്ടതോടെ അത് ശരി, അല്ല കുട്ടി എന്താ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ കാഹളം കുമാരൻ പറഞ്ഞു, അത് പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ പല വീടുകളിലും തൂത്തുവാരാനും മറ്റുമൊക്കെ ആയിട്ട് പോകാറുണ്ടല്ലോ, അവിടെ പലയിടങ്ങളിലും ജോലി ചെയ്യാറുണ്ട്, അതാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ഓ ആയിക്കോട്ടെ, എന്തായാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും വരണം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പോഴേക്കും ശരി, എന്തായാലും ഇതിനുള്ള മറുപടി തീർച്ചയായിട്ടും നൽകിയിരിക്കുമെന്ന് ശാലിനി മനസ്സിൽ ഉറപ്പിച്ചു. ഡോക്ടർ പോയി കഴിഞ്ഞത് ഉടനെ തന്നെ അവിടെ നിന്ന് സുധാകരന്റെ ഭാര്യയും മകൻ ദീപവും കൈകൂപ്പി നിൽക്കുന്ന കണ്ടപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അതെ സുധാകരന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ എന്ന് ചോദിച്ചതും നന്ദിയുണ്ട് മേഡം എന്ന് പറഞ്ഞ് അവർ കൈകൂപ്പി നിൽക്കുന്ന കണ്ടപ്പോഴേക്കും അയ്യോ അതൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ശാലിനി രണ്ടുപേരോടും സംസാരിച്ചു. അപ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് രേഷ്മ വിളിച്ചു. അടുത്ത് മാറി നിന്നിരുന്ന അനുപല്ലവി ഫോണുമായിട്ട് ശാലിനിക്ക് അരികിലേക്ക് എത്തി. മേഡം രേഷ്മ എന്ന് പറഞ്ഞതും ശാലിനി വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് രേഷ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഞങ്ങൾ നാട്ടിലെത്തി കേട്ടോ. അപ്പോഴേക്കും സർട്ടിഫിക്കറ്റ് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും അത് കിട്ടിയിട്ടുണ്ട്, അത് ശിവന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ശിവൻ എന്നിട്ട് എവിടെ എന്ന് ശാലിനി അന്വേഷിച്ചപ്പോഴേക്കും ശിവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ എന്തോ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുക എന്നറിയിച്ചു. എന്താ പറ്റിയത്, സീരിയസ് വല്ലതാണോ എന്ന് ചോദിച്ചതും അറിയില്ല, ശിവനെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ സാരയില്ല, ഞാൻ ശിവനെ വിളിച്ച് അന്വേഷിച്ചോളാം, അപ്പോ ശരി താങ്ക്സ് എന്ന് രേഷ്മയോട് പറഞ്ഞപ്പോഴേക്കും നമുക്കിടയിൽ ഇങ്ങനെ താങ്ക്സിന്റെ ആവശ്യമുണ്ടോ ശാലിനി എന്ന് ചോദിച്ചപ്പോ അല്ല, ഇത് വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് ശാലിനി അറിയിച്ചു. അതിനുശേഷം ശാലിനി ശിവനെ വിളിച്ച് ഇവരെ അറിയാനായിട്ട് ഫോൺ ചെയ്യുന്നു. ഈ സമയത്ത് കുടുംബശ്രീ ഹോട്ടലില് കണക്കുകളൊക്കെ നോക്കിക്കൊണ്ട് ഗോപാലകൃഷ്ണൻ ഇരിക്കുമ്പോഴേക്കും ശാന്ത അരികിലേക്ക് എത്തി ചോദിച്ചു, ഇന്നലെ ശാരിക ഡിസ്ചാർജ് ആവുന്നത്, അവര് വരാറായിട്ടില്ലേ, എപ്പോഴത്തേക്കാ അവര് വരുന്നത്, ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് അന്വേഷിച്ചതും പോകണം, ഉച്ച കഴിയുമ്പോഴായിരിക്കും ബില്ല് റെഡി ആവുന്നത്, അപ്പോഴേക്കും എനിക്ക് ചെല്ലണം എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു ഓട്ടോ അവിടെ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് ഓട്ടോ വരുന്നത് കണ്ടതും ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും ഓട്ടോയിൽ നിന്ന് രോഹിത്തും ശ്യാമയും കൂടി ഇറങ്ങുന്നു. കുഞ്ഞിനെയും കയ്യിലെടുത്ത് ശ്യാമ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രോഹിത്തിനോട് കുഞ്ഞിനെ ഒന്ന് പിടിക്കാനായിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അത് കണ്ടിട്ട് പറഞ്ഞു, ഇത്ര പെട്ടെന്ന് എത്തിയോ, ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആവുമായിരുന്നോ എന്ന് ചോദിച്ച് അതിശയത്തോടെ ഗോപാലകൃഷ്ണൻ വേഗം അരികിലേക്ക് ഓടിച്ചെന്നു. കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് പതിയെ ശാരികയെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു ശ്യാമ. ശാരികയെ പിടിച്ചിറക്കാനായിട്ട് രോഹിത്ത് തുടങ്ങുമ്പോഴേക്കും രോഹിത്തിനോട് കുഞ്ഞിനെ പിടിച്ചോളാൻ ശ്യാമ പറയുകയും രോഹിത്തിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് ശ്യാമ പതിയെ ശാരികയെ പിടിച്ചിറക്കി. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ഓടി വന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി. ഈ സമയത്ത് ശ്യാമ അവിടെ നിന്ന് ശാന്തേച്ചിയെ വിളിച്ചു. ശാന്തേച്ചി ഒന്ന് വേഗം വന്നേ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ശാരികയെ പതിയെ വണ്ടിയിൽ നിന്ന് ഇറക്കിയതും ആ സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്തു വെക്കാനായിട്ട് ശാന്ത ഓടി അരികിലേക്ക് വന്നു. ഈ സമയത്ത് രോഹിത് പറഞ്ഞു, അതെ പെട്ടെന്ന് ഡിസ്ചാർജ് ആയി, ബില്ലും ഓക്കെ ആയി, അതാ ഇങ്ങ് പോകുന്നത് എന്ന് രോഹിത് പറയുമ്പോഴേക്കും ശാന്തേച്ചിയുടെ കയ്യിലേക്ക് കവറെല്ലാം കൊടുത്തിട്ട് ശാരികയെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശാന്ത അരികിലേക്ക് ഓടി വന്നപ്പോഴേക്കും രോഹിത്തിനോട് കവറെല്ലാം എടുത്തോളാനായി ശ്യാമ പറഞ്ഞു. അങ്ങനെ ശാന്ത തന്നെ ശാരികയെ പതിയെ പിടിച്ചുകൊണ്ട് നേരെ
സിറ്റൗട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെയർ പിടിച്ചിട്ട് ശാരിക പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കണം, ഇങ്ങനെ അധികം നടക്കാൻ പറ്റുന്നില്ല ശാന്തേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ശാന്തി ചോദിച്ചു, എന്തായാലും ഇത്രയായ സ്ഥിതിക്ക് ഒരു ടാക്സി വിളിച്ചിട്ട് പോരത്തില്ലായിരുന്നോ? ഈ ഓട്ടോയെക്കാളും ഭേദം അതല്ലായിരുന്നോ? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്ക് വല്ലാത്ത വേദന ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴേക്കും ശാന്ത അടുത്ത് നിന്ന് ശ്യാമ പറഞ്ഞു, ഓട്ടോ തന്നെ ഒപ്പിച്ചത് എങ്ങനെയാന്ന് ബാക്കിയുള്ളവർക്കേ അറിയൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതെ ഡിസ്ചാർജ് ആകുമ്പോഴേക്കും അങ്ങോട്ട് വരാലോ എന്നോർത്ത് ഉച്ചയ്ക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയാ ഞാൻ ഇരുന്നത്, അല്ലെങ്കിൽ നാളത്തേക്കേ ആവുള്ളൂ എന്നാ ഞാൻ പ്രതീക്ഷിച്ചേ, അതാ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വരാമെന്ന് കരുതിയിരുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോഴേക്കും ഇത് കേട്ട ശാന്ത പറഞ്ഞു, അതെ ഇനിയിപ്പം കുഞ്ഞിന് ഉറങ്ങാനായിട്ട് ശാരികയ്ക്കും കുഞ്ഞിനും നല്ല വായു സഞ്ചാരമുള്ള ഏതെങ്കിലും ഒരു മുറി റെഡിയാക്കുന്ന നല്ലത്, എപ്പോഴും കുഞ്ഞിന് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടാവണല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതിനിപ്പോ റൂം പ്രത്യേകിച്ച് റെഡിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അതെ നല്ല വായു സഞ്ചാരമുള്ള മുറിയാ എന്തുകൊണ്ടും ശാരികയ്ക്കും കുഞ്ഞിനും നല്ലത് എന്ന് രോഹിത് അഭിപ്രായം പറയുമ്പോൾ ശ്യാമ ചോദിച്ചു, അതിന്റെ ഇപ്പൊ ആവശ്യമൊന്നുമില്ല, കുഞ്ഞ് വലിയേച്ചി കിടന്നിരുന്ന ആ മുറിയിൽ തന്നെ ഇനി കിടന്നാൽ മതി, അവിടെ ആവശ്യത്തിനുള്ള വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്, ഇനി റൂം റെഡിയാക്കാനൊന്നും നിൽക്കണ്ട. അല്ല രോഹിത് എന്താ ജോലിക്ക് പോകുന്നില്ലേ? ഈ 11ന്റെ ഓവർ ടൈം ഉണ്ടായിരുന്നല്ലോ, അതിൽ കയറത്തില്ലായിരുന്നോ? ഞാനോർത്ത് ആ സമയത്ത് പോവായിരിക്കുമെന്ന്. എന്തായാലും ഈ മാസം കുറേയേറെ ലീവ് എടുത്തതല്ലേ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, എന്തായാലും ഇത്രയും ആയതുകൊണ്ട് ഇന്ന് ലീവ് ആക്കാന്നാ വിചാരിച്ചത്, എന്തായാലും ഞാൻ ഇറങ്ങുവാം. അല്ല പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ ഈ ലിസ്റ്റ് തന്നിരിക്കുന്ന സാധനങ്ങൾ മേടിച്ചാൽ മതിയല്ലോ, വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് മേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചാരിക പറഞ്ഞു, കുഞ്ഞിനൊരു ബേബി പൗഡർ ഉണ്ട്, അത് ഡോക്ടർ അത് പ്രത്യേകം കുറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ശരി അത് ഞാൻ നോക്കി വായിച്ചിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ് രോഹിത് ആ കുറിപ്പടി എടുത്ത് പോക്കറ്റിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ശ്യാമയെന്ന് അത് പിടിച്ചു മേടിച്ചു. അതെ ഇതിപ്പോ എപ്പോഴാ രോഗത്തിന് മേടിക്കാൻ നേരം കിട്ടുക? രോഗത്ത് ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കടയൊക്കെ അടച്ചു പോവില്ലേ? അത് വേണ്ട, ഇതേ അച്ഛൻ തന്നെ പോയി മേടിച്ചോളും. അച്ഛൻ പുറത്ത് പോകുന്നില്ലേ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ പോകുന്നുണ്ട്, ഞാൻ മേടിച്ചോളാം എന്ന് സമ്മതിച്ചു. ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, വേഗം ജോലിക്ക് പോകാൻ നോക്ക് രോഹിത്തെ എന്ന് പറഞ്ഞതും എന്നാ ഞാൻ ഇറങ്ങും അച്ഛാ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ശ്യാമയുടെ പെരുമാറ്റങ്ങളൊക്കെ ഒട്ടും ഇഷ്ടപ്പെടാതെ രോഹിത് അവിടെ നിന്ന് ഇറങ്ങി. രോഹിത് ജോലിക്ക് പോകുന്ന കണ്ടപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ആ ഓട്ടോയ്ക്ക് തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു, താമസിച്ചത് കൊണ്ടാണ് ആ ഓട്ടോ അങ്ങ് പോയത് എന്ന് പറഞ്ഞ് ശ്യാമ ആകെ ഇഷ്ടമില്ലാതെ അങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മോളെ നമുക്ക് അകത്തേക്കും കയറിയാലോ? ശാന്തയും അത് തന്നെ സമ്മതിച്ചു. അങ്ങനെ ശാന്ത ശാരികയെ പിടിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗോപാലകൃഷ്ണൻ കുഞ്ഞുമായിട്ട് ശാരികയുടെ പിന്നാലെ അകത്തേക്ക് കയറി. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടുവന്ന ശ്യാമ ഒട്ടും ഇഷ്ടപ്പെടാതെ, ഒരു പ്രസവ ശുശ്രൂഷയും ഒക്കെ, ഒരു കൊച്ചും ഒരു അമ്മയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ശ്യാമ ദേഷ്യത്തോടെ അങ്ങനെ നിന്നു. അപ്പോഴാണ് സുസ്മിത സോമശേഖരനെ കാണുവാനായിട്ട് ഡേസിയോടൊപ്പം എത്തിയത്. സുസ്മിത സോമശേഖരനോട് ചോദിച്ചു, എങ്ങനെയാ സാറേ ഈ ഒരു പ്ലാൻ പൊളിഞ്ഞു പോയത് എന്ന് ചോദിച്ചതും, അതെ അവന്റെ അച്ഛനാണ് അതിനെല്ലാം കാരണക്കാരൻ, ഇന്നവൻ ജയിലിനുള്ളിൽ കയറേണ്ടതായിരുന്നു, അയാൾക്ക് പരാതിയൊന്നും ഇല്ല എന്ന് അയാൾ പറഞ്ഞു, വളരെ വിദഗ്ധമായി മകനെ രക്ഷപ്പെടുത്തി, അതാ സത്യം. അല്ലെങ്കിലും അയാളുടെ ബുദ്ധിയെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് അയാൾ കൃത്യമായി കരുക്കൾ നീക്കി, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോയത്. അറിയാവല്ലോ, ഇന്നേ വരെ ഞാൻ എന്നെ ആരും ഇടിച്ചിട്ടില്ല, ഞാൻ എല്ലാവർക്കും ഇടി തല്ലും കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. അവനാ എന്നെ എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലുകയും ഇടിക്കുകയൊക്കെ ചെയ്തത്. അതിന്റെ ചുരുക്ക് എന്റെ മനസ്സിൽ കിടക്കുക. അവനെ ഒരു ദിവസം എനിക്ക് ലോക്കപ്പിൽ കിട്ടിയാൽ മതി. അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതിന് ഒരേ ഒരു ദിവസം മാത്രം എനിക്ക് അവനെ ഒന്ന് ലോക്കപ്പിൽ കിട്ടണം. അത് കേട്ടതും സുസ്മിത പറഞ്ഞു, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് ട്രാപ്പിലാക്കണം. പക്ഷേ ആ സമയത്ത് കളക്ടർ ശാലിനി ഒരു കാരണവശാലും അവന്റെ രക്ഷകയായി അവിടെ എത്താൻ പാടില്ല. ആ രീതിയിൽ വേണം കാര്യങ്ങൾ നീക്കുവാനായിട്ട്. അങ്ങനെ ഒരു കുരുക്കാണ് അവനായിട്ട് നമ്മൾ ഒരുക്കി വെക്കേണ്ടത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വേണം കാര്യങ്ങൾ നീക്കാനും എന്ന് സുസ്മിത ഡെയ്സിയോടും സോമശേഖരനോടുമായിട്ട് പറഞ്ഞു. ഇനിയുള്ള നമ്മുടെ നീക്കങ്ങൾ വളരെ ഷാർപ്പായിരിക്കണം. ഒരു രീതിയിലും അവൻ വല പൊട്ടിച്ച് പോകാൻ പാടില്ല. എന്തായാലും ഈശ്വരൻ നമുക്ക് അവസരങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയല്ലേ, അപ്പോ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവന് നമ്മുടെ കയ്യിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോ ഡെയ്സി പറഞ്ഞു, അതെ എനിക്ക് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയുന്ന എനിക്ക് കാണണം. അവനോട് ഞാൻ ഒന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എന്തിനാ എന്നെ ഒഴിവാക്കുന്നത്? അതിന് അവൻ എനിക്ക് ഇതുവരെ മറുപടി നൽകുകയും ചെയ്തിട്ടില്ല. അതിന് പകരം അവളോട് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായത്, ആ ശാലിനിയോട്. അതുകൊണ്ട് ആ ശാലിനിയോടൊത്ത് അവൻ ഒരിക്കലും ജീവിക്കാൻ പാടില്ല.
അവൻ സന്തോഷത്തോടെ ഒരിക്കലും കഴിയാൻ പാടില്ല. അത് കേട്ടതും ഉടനെ തന്നെ സുസ്മിത പറഞ്ഞു, ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു പണ്ട് ഞാനും. അന്ന് വിഷ്ണുവായിരുന്നു എന്നെ തഴഞ്ഞ് ശാലിനിയെ സ്വന്തമാക്കിയത്. അന്ന് ഇതേ മാനസികാവസ്ഥയിൽ നിന്നവളാണ് ഈ സുസ്മിതയും. അതാണ് വിഷ്ണുവിനോടുള്ള പകയായിട്ട് എന്റെ മനസ്സിൽ പിന്നീട് ആ സ്നേഹം പകയായി മാറിയതും. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഡെയ്സി നീ ഇപ്പോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പെണ്ണ് വിചാരിച്ചാൽ ഈ ലോകം തന്നെ ഇല്ലാതാക്കാനാകും എന്നല്ലേ ഒരു പെണ്ണ് വിചാരിച്ചാൽ 9 പേരെ തകർക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ 2 പെണ്ണുങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചാൽ എങ്ങനെയാവും എന്നുള്ള കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷിച്ച് നിൽക്കുമ്പോഴേക്കും സുദേവനും അന്നത്തെ അവിടുത്തെ സുദേവന്റെ കൂടെയുള്ള ആ നേഴ്സും ഇന്ന് കിട്ടിയ 4 ഓപ്പറേഷൻ നടന്നെന്നും അതിൽ നിന്നുള്ള കമ്മീഷൻ കുറെ ഏറെ കിട്ടുമല്ലോ എന്നെല്ലാം അവർ സംസാരിച്ച് അവിടുന്ന് മാറുമ്പോഴേക്കും കാഹളം കുമാരേട്ടൻ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും കളക്ടറുടെ വണ്ടിയും കൂടെ പോലീസ് ജീപ്പും കൂടി അവിടേക്ക് വന്നെത്തി. കളക്ടർ മേഡത്തെ കാണാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഈ സമയത്ത് സുദേവൻ തന്റെ കയ്യിൽ വന്നു ചേർന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിയ ആ 4 കവർ കിറ്റ് അത് എഡ്വേർഡിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് കിട്ടാനുള്ള കമ്മീഷൻ സുദേവൻ മേടിച്ച് കൃത്യമായ കണക്ക് വരവെച്ചു കഴിഞ്ഞപ്പോഴേക്കും അകത്തേക്ക് കയറി വന്ന ശാലിനി ചോദിച്ചു, കൃത്യമായിട്ട് കിട്ടിയോ സുദേവ? കണക്കൊക്കെ കൃത്യമാണല്ലോ അല്ലെ? 4 കിറ്റിന്റെയും ഉണ്ടല്ലോ അല്ലെ എന്ന് ശാലിനി സുദേവനോട് അന്വേഷിച്ചു. ഇത് കേട്ടതും സുദേവൻ പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോ തന്റെ മുന്നിൽ വന്ന് ഒരു പാവപ്പെട്ട പെൺകുട്ടിയായി അഭിനയിച്ച് തകർത്താം, സീരി എന്ന പേരിൽ അഭിനയിച്ച് തകർത്താം ആ പെൺകുട്ടി തന്നെയാണല്ലോ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ഞെട്ടലോടെ സുദേവൻ നോക്കി. ഉടനെ തന്നെ മുന്നിലേക്ക് വന്ന ശാലിനി ആ പോലീസ് ഓഫീസറോട് അതെല്ലാം പിടിച്ചെടുക്കാനായിട്ട് നിർദ്ദേശിച്ചു. വേഗം തന്നെ അവരെല്ലാവരും അത് കസ്റ്റഡിയിലെടുത്തതും സുദേവനെ ചോദ്യം ചെയ്യാൻ ശാലിനി തയ്യാറായി. അല്ല, ഈ 4 കിറ്റ് മാത്രമേ ഉള്ളോ സുദേവ, അതോ ഇത് കൂടുതലുണ്ടോ? കണക്കൊക്കെ കൃത്യമാണല്ലോ അല്ലെ? ഇപ്പോ കമ്മീഷൻ കിട്ടാനുള്ളത് കൃത്യമായിട്ട് കിട്ടിയല്ലോ അല്ലെ എന്നൊക്കെ ശാലിനി അന്വേഷിച്ചു. എനിക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള തെളിവുകൾ വേണമായിരുന്നു. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ആകെ ഞെട്ടലോടെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോ ശാലിനി മുന്നിലേക്ക് വന്ന് ഡോക്ടറെയും അവിടേക്ക് വിളിപ്പിച്ചു. ഡോക്ടർ വന്നതോടെ ശാലിനി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്താ ഇനി ഡോക്ടർക്ക് പറയാനുള്ളത്? ഈ 4 കിറ്റുകളും ഇവിടെ പേഷ്യന്റിന്റെ ആളുകൾ മേടിച്ചു തന്നതല്ലേ? ഞാനും മേടിച്ചു തന്നിരുന്നു ഒരെണ്ണം സുധാകരന് വേണ്ടി. എന്നിട്ടും ഈ 4 കിറ്റുകൾ ഫ്രീ ആയി വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നും ഉപയോഗിക്കാതെ തിരിച്ചു കൊടുത്തു വിടുന്നത് ഇത് എങ്ങനെയാണ് മിസ്റ്റർ നടക്കുന്നത്? അപ്പൊ ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിച്ചപ്പം ഓപ്പറേഷനുള്ള എക്യുപ്മെന്റ്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അത് ശരി, എന്നിട്ടാണോ നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ഇതുപോലെയുള്ള ഓപ്പറേഷന് വേണ്ട കിറ്റുകൾ മേടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഇവിടെ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ ലാഭവിഹിതം കിട്ടുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇവർ ചെയ്തു വെക്കുന്നതാണ് മാഡം ഇതെല്ലാം എന്ന് ഉടനെ അവിടെ നിന്ന് സി സാറ് അറിയിച്ചു. സി ഇത് പറയുന്നത് കേട്ട് ശാലിനി ഞെട്ടലോടെ നോക്കി. ദാ ഈ സുദേവനില്ലേ, സുദേവന്റെ വീടൊന്ന് പോയി കാണണം മാഡം എന്ന് പറഞ്ഞപ്പോഴും സുദേവനാകെ ഞെട്ടലോടെ നോക്കി. സാറിന്റെ വീട്ടിൽ വന്നിരുന്നോ? അപ്പോഴേക്കും കാഹളം കുമാരൻ പറഞ്ഞു, പിന്നല്ലാതെ സാറിന് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണ്ടായിരുന്നോ? അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും വീടുകൾ കൃത്യമായി സാറ് കണ്ടിട്ടുണ്ട്. ഇവിടെ വെറും ഒരു അറ്റൻഡറായ ഇയാളുടെ വീട് ഇത്രയും വലുതാണെങ്കിൽ സ്വിമ്മിംഗ് പൂള് മാത്രമേ ഇല്ലാതെയുള്ളൂ സർ. ബാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട് മേഡം അവിടെ. പിന്നെ ഈ ഡോക്ടറുടെയും മറ്റുള്ളവരുടെയും കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ? അപ്പോഴേക്കും എഡ്വേർഡ് എന്ന് പറയുന്ന ആ ഇടനിലക്കാരനെ മുന്നിലേക്ക് വിളിച്ചു നിർത്തി. നിങ്ങളാള് കൊള്ളാം, നിങ്ങളുടെ ആ കടയിൽ നിന്ന് 4 കിറ്റുകൾ പുറത്തേക്കെടുക്കും, എന്നിട്ട് അത് വലിയ തുക നൽകി ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് കൈമാറും. അവരത് വാങ്ങിച്ച് ഇവിടെ ഡോക്ടറെ ഏൽപ്പിക്കും. അത് ഒരു പോറൽ പോലും ഏൽക്കാതെ വീണ്ടും നിങ്ങളുടെ കടയിലേക്ക് എത്തിച്ചേരും. അവിടെ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതിന് വാടകയായിട്ട് കുറച്ചു നേരം ഇവിടെ ആ കിറ്റ് വെക്കുന്നതിന് വാടക തുക കുറച്ച് ഇവിടെ ഡോക്ടറുടെയും ബാക്കി അറ്റൻഡറുടെയും കയ്യിലെത്തും. നിങ്ങൾ നടത്തുന്ന വലിയ കൊള്ള തന്നെ. എന്തായാലും പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞെടുത്തുണ്ടാക്കുന്ന ഈ പണം അത് ഏത് രീതിയിലാണെന്ന് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ചെറിയ രീതിയിലൊരു നാടകം ഇവിടെ നടത്തിയത്. എന്തായാലും അതിൽ ഫലം കണ്ടു. ഡോക്ടർ എന്തായാലും ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
അല്ല, നിങ്ങളെ മാത്രം ഇപ്പൊ ഇവിടുന്ന് കസ്റ്റഡിയിൽ എടുത്താൽ പോരല്ലോ. നിങ്ങൾക്ക് എല്ലാത്തിനും ഒത്താശ ചെയ്തു തരുന്ന നിങ്ങളുടെയൊക്കെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അനുവാദം വേണം ഇവരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. സൂപ്രണ്ടിനെ വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി സൂപ്രണ്ടിനെ വിളിപ്പിച്ചതും സൂപ്രണ്ട് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, മേഡം, ഇവര് കാണിച്ച ഈ അഴിമതിക്കെതിരെ ഇവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. ഈ അറ്റൻഡർ സുദേവനെയും നേഴ്സിനെയും ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യും. ഡോക്ടറെയും ഇവിടെ നിന്ന് പുറത്താക്കും. ഇനി ഈ ആളുമായിട്ട് യാതൊരു കച്ചവടവും ഇനി ഇവിടെ ഉണ്ടാവുകയില്ല എന്നെല്ലാം ഡോക്ടറോട് കളക്ടറുടെ മുന്നിൽ വെച്ച് സൂപ്രണ്ട് പറയുമ്പോ ഇത് കേട്ട് നസുദേവൻ മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, കുരുങ്ങുമ്പോഴേ അങ്ങനെ തനിച്ച് ഞങ്ങളെ മാത്രം കുരുക്കാൻ നോക്കണ്ട മേഡം. ഇതിനകത്ത് ഏറ്റവും വലിയ താപ്പാന ഈ സൂപ്രണ്ട് തന്നെയാ. ഈ സൂപ്രണ്ടാണ് ഇതിനെല്ലാത്തിനും ഒത്താശ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ സൂപ്രണ്ട് ആകെ നാണം കെട്ട് ചമ്മി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, എന്താ സൂപ്രണ്ടേ, ഇക്കാര്യത്തിൽ ഈ ആരോപണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചതും, ഇല്ല മേഡം, ഞാൻ ആകെ നിരപരാധിയാണ് മേഡം, ഇതിൽ എനിക്ക് യാതൊരു കൈകടത്തലും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ശാലിനി പറഞ്ഞു, ഇൻസ്പെക്ടർ, അപ്പോ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് വിശദമായിട്ട് ഉള്ള ഒരു അന്വേഷണം തന്നെ നടപ്പിലാക്കിയേ തീരും. അതുവരെ ഇവിടെ തെറ്റ് ചെയ്യപ്പെട്ട ഇവരെ എല്ലാവരെയും തീർച്ചയായിട്ടും കസ്റ്റഡിയിൽ എടുത്തോണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഡോക്ടറെയും മറ്റും പോലീസ് കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും കുമാരേട്ടൻ ഈ ഒരു കാര്യത്തിന് മുന്നിൽ നിന്ന് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞതിന്റെ സമാധാനത്തിൽ അവിടെ നിന്ന് പോന്നു. ഈ സമയത്ത് രാഘവൻ നായർ വിഷ്ണുവിന്റെ ചെറുപ്പകാലത്തെ കഥ പറയുകയായിരുന്നു. പ്രീതിക്ക് കുഞ്ഞായിരുന്ന സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ദിവസത്തേക്ക് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ഈ സമയം വിഷ്ണുവിന് അമ്മ അടുത്തില്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അവൻ ഭാമയില്ലാതെ ഭക്ഷണം കഴിക്കാതെ ബഹളം വെച്ചു. അന്ന് ഒരു ദിവസം മുഴുവൻ അവൻ എന്നെ ഈ ഗേറ്റിന് വെളിയിൽ തന്നെ പിടിച്ചു നിർത്തി. ഭാമ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് രാഘവൻ നായർക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. എന്തു പറ്റി സാറേ എന്ന് ചോദിച്ചതും, എടോ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് വേഗം തന്നെ രാഘവൻ നായർ ആ പിള്ളയുടെ മടിയിലേക്ക് വീണു. ഉടനെ അവിടെ നിന്ന് പിള്ള പെട്ടെന്ന് സത്യാമ്മയെ വിളിച്ചു. സത്യാമ്മ ഒന്ന് ഓടി വന്നേ, സാറിന് എന്തോ വയ്യായിക എന്ന് പറഞ്ഞതും വേഗം തന്നെ സത്യഭാമ അരികിലേക്ക് എത്തി. എന്താ എന്താ രാഘവേട്ട നമുക്ക് പോകാം എന്ന് ചോദിച്ചതും, അതെ, എനിക്ക് ഇങ്ങനെ വരുമ്പോ ഒരു മരുന്നുണ്ട്, അത് വിഷ്ണു എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും സത്യാമ്മ ആകെ ടെൻഷനിലായി. ദൈവമേ, വിഷ്ണുവോ, അവൻ എവിടെയോ വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് ആകെ വിഷമത്തോടെ സത്യാമ്മ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത് നിന്ന് പൊന്നിയോട് വേഗം വെള്ളം എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നു. രാഘവൻ നായര് ശ്വാസം കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് സത്യഭാമ എത്രയും വേഗം രാഘവേട്ടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പിള്ളയോട് പറയുന്നു.